ആകാശം മേഘങ്ങൾ എതിരേറ്റിട്ട് ആ മണവാട്ടിയുടെ വിവാഹം നടക്കും. ആ വലിയ വിവാഹത്തിന് നിങ്ങളെല്ലാവരും ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ്. ആരും വരാതിരിക്കരുത്. ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഞാൻ ഹണിമൂണിന് പോവാണ്, ഞാൻ കാളന്മാരെ മേടിച്ചു നോക്കാൻ പോവാണ്, വസ്തു മേടിച്ചു നോക്കാൻ പോയെന്നും പറഞ്ഞ് ആരും അന്ന് ഉഴപ്പല്ലേ. ദയവ് ചെയ്ത് ആ കല്യാണത്തിന് എല്ലാവരും വരണമെന്ന് ഓർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ ശുഭതയുള്ള, ഐശ്വര്യമുള്ള, അനുഗ്രഹ സമ്പൂർണമായ, സമ്പൽ സമൃദ്ധിയുള്ള നല്ലൊരു കുടുംബം കെട്ടിപ്പണിയുവാൻ ആവശ്യമായ കൃപ ദൈവം തരട്ടെ. പാമ്പാടി ചെല്ലുമ്പോൾ മോന് ഈട്ടിയുടെ കട്ടിലൊന്നും മേടിച്ചില്ലേലും ഡൂറോഫോമിൻ്റെ മെത്തം മേടിച്ചില്ലേലും മറക്കാതെ 60 രൂപ കൊടുത്ത് തമിഴന്മാർ അണ്ണാച്ചമനി കരിപ്പട്ടിയൊക്കെ വിൽക്കുന്ന കടയിൽ നല്ല പുൽപ്പ കിട്ടും. 8 മടക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. അത് ഒരെണ്ണം 2 മേടിക്കണം. ഇന്ന് പോയിട്ട് കിടക്കാൻ വേണ്ടിയല്ല, കിടക്കുന്നതിന് മുമ്പ് കരം കോർത്ത് മുട്ടുമടക്കാൻ, സ്വന്തമായിട്ട് മുട്ടുമടക്കാൻ 60 രൂപയുടെ ഒരു പുൽപ്പ ഉണ്ടെങ്കിൽ ഉലകത്തിൽ ഒരുത്തൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. അങ്ങനെ നടത്താൻ ദൈവം ശക്തന. അങ്ങനെ സ്വന്തം പ്രാർത്ഥിക്കുന്ന പായുള്ളവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞേര്. ഇല്ലാത്തവരെല്ലാം തിരിച്ചു പോകുമ്പോൾ ഒരു പാ മേടിച്ചുകൊണ്ട് പോകണം പ്രാർത്ഥിക്കാനായി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം ഒരുക്കി ദേവദാസൻ നന്ദി പറയുന്നു. ദൈവം എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. 1000-10,000 അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. വല്ലഭൻ എൻ്റെ എല്ല തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. നാളുകൾ ഇനിയേറെയില്ലെന്നെ വേളി കഴിച്ചിടുവാൻ, എൻ കാന്തൻ വേളി കഴിച്ചിടുവാൻ. നാളുകൾ ഇനിയേറെയില്ലെന്നെ വേളി കഴിച്ചിടുവാൻ, എൻ കാന്തൻ വേളി കഴിച്ചിടുവാൻ. മണിയറയതിൽ ചേർത്തിടുവാൻ
അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. 1000-10,000-ങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. നിയുക്ത വരൻ വാത്സല്യ സ്കറിയ ഡി വർഗീസ്, നിയുക്ത വധു ആൻഡ്രിൻ സുമി ജോൺ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനം. ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന പാമ്പാടി ദൈവസഭയുടെ ശുശ്രൂഷകൻ പ്രിയ ബാബു വർഗീസ് പാസ്റ്റർ, അനുഗ്രഹീത സന്ദേശം നമുക്ക് നൽകിയ ഇന്ത്യ ദൈവസഭയുടെ ഗവേണിംഗ് ബോഡി അംഗവും റാന്നി ഡിസ്ട്രിക്ട് പാസ്റ്ററുമായ ഞാൻ കർത്താവിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ പി സി ചെറിയാൻ, ദൈവസഭയുടെ അനുഗ്രഹീത സെൻട്രൽ പാസ്റ്റർമാരായ ശാമുവേൽ ഫിലിപ്പ് പാസ്റ്റർ, സഹോദരത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എബ്രഹാം മാത്യു പാസ്റ്റർ, ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി സി തോമസ് അവറുകൾ, അലക്സാണ്ടർ പാസ്റ്റർ, ഹെൻറി പാസ്റ്റർ, അങ്ങനെ കെ കെ ഐസക് പാസ്റ്റർ, ധാരാളം പാസ്റ്റർമാരിവിടെ ഉണ്ടവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വി ജോണ്, പി ജെ ചാക്കോ, അനീഷ് പാസ്റ്റർ, പി എം തോമസ്, പി സി കെ വി ജോസഫ്, സജി കുര്യൻ പാസ്റ്റർ, വധുവിൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന പ്രിയ ഡോക്ടർ രാജു കെ ജോർജ്, മറ്റ് കർത്താവിൽ അനുഗ്രഹീത ദൈവദാസന്മാർ, എല്ലാവരുടെയും പേരുകൾ പി സി ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ പറയാൻ നിന്നാൽ സമയം അങ്ങ് പോകും. ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ മോൺസി തോമസ് കെ ജോർജ് എന്ന് പറയുന്നത് മോൺസി, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി റിൻഡു, വാത്സല്യ റിൻഡുവിൻ്റെ സഹോദരനാണല്ലോ ഇന്നത്തെ നിയുക്ത വരൻ. പ്രിയപ്പെട്ടവനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ തങ്കച്ചായനെയും കുടുംബത്തെയും ഓർത്തും ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. മാന്യ കൊയറ് വിഷ്വലൈസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനം. അനുഗ്രഹീതനായ ഒരു യുവാവാണ് നമ്മുടെ വാത്സല്യ സ്കറിയ ഡി വർഗീസ്. അനേക പത്രങ്ങളിൽ, ക്രൈസ്തവ മാധ്യമങ്ങളിൽ നല്ല സന്ദേശങ്ങൾ എഴുതുന്ന മാന്യ വ്യക്തിയുടെ വിവാഹം ആശീർവദിക്കാൻ ലഭിച്ചത് ഒരു പദവിയായി ഞാൻ കണക്കിടുന്നു. എന്നേക്കാൾ ശ്രേഷ്ഠരും അനുഗ്രഹീതരുമായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഈ വേദിയിലിരിക്കുന്നവരെല്ലാം. ആമേൻ, സ്തോത്രം. അവരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ശുശ്രൂഷയും ഈ നവകുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഇവിടെ 12:50 ആവുമ്പോൾ ആശീർവാദം പറയണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്തിയെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഒന്നുകിൽ സമയം കൂടണം, അല്ലെങ്കിൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിർത്തണം. എന്തായാലും കൂടുന്നതിനോട് കൂടിയിരിക്കുന്നവർ യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നതായിരിക്കും കുറച്ച് ഭംഗി. ദൈവത്തിന് സ്തോത്രം. പി ചെറിയാൻ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ നമ്മൾ താമസിച്ച് വന്നാലും നേരത്തെ നിർത്തണമെന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് നേരത്തെ തന്നെ നിർത്താൻ കർത്താവ് സഹായിക്കട്ടെ. 2 ദൈവദാസന്മാരും വിവാഹത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ കർമ്മത്തെക്കുറിച്ചും അതിൻ്റെ മർമ്മത്തെക്കുറിച്ചും പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കടക്കുവാനും ആമീൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വീണ്ടും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒരു വാക്യം വായിക്കുക എന്നുള്ളത് എന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്.
ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ലേഖനങ്ങളിൽ നിന്നായി എഴുതുന്ന വാത്സല്യ സ്കറിയയോട് എനിക്കിത് വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല, പ്രിയപ്പെട്ടവനെ അറിയാം. ആ ചിരി കാണുമ്പം നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ കർത്താവിൻ്റെ ദാസൻ സജി കുര്യൻ പാസ്റ്റർ അഡ്രിൻ സുമിയെ പറ്റിയും പറഞ്ഞതുകൊണ്ട് നല്ല ദൈവഭയമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അവൾക്കും ആ വചനത്തിൻ്റെ മർമ്മം മനസ്സിലായി കാണും. കർത്താവിൻ്റെ വചനത്തിൽ ഏറ്റവും മാന്യമായൊരു സ്ഥാപനമാണ് കുടുംബം. പൗലോസിൻ്റെ വാക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായിരിക്കുന്നവൻ ദൈവമാണ്. ദൈവം സ്ഥാപിച്ചു, ദൈവം നിയന്ത്രിച്ച്, ദൈവമാണ് ഇതിൻ്റെ പര്യവസാനം കുറിക്കപ്പെടുന്നത്. മനുഷ്യനല്ല ഇതിൻ്റെ ഉപജ്ഞാതാവ്, സഭയോ സംഘടനയോ അല്ല, ഏതെങ്കിലും ഒരു തത്വത്തിൻ്റെ ആശയമല്ല കുടുംബം. സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം തന്നെയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടത്. ദൈവം നല്ലതല്ല എന്ന് കണ്ടതിനെ നല്ലതാണെന്ന് പറയുവാൻ ഒരു പ്രസ്ഥാനത്തിനും കഴിയത്തില്ല. ദൈവം പറഞ്ഞു, ഉഴലുന്നതിനേക്കാൾ ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അങ്ങനെയുള്ളവർ അങ്ങനെ ഏകനായി ആയിരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ധന്യനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. എന്തു തന്നെയായിരുന്നാലും വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലമായിരിക്കണം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. വിവാഹത്തിൻ്റെ ഉദ്ദേശം ഒന്നായിരുന്നതിനെ ദൈവം രണ്ടാക്കി, രണ്ടായിരുന്നതിനെ ഒന്നാക്കുന്ന പരമപ്രധാനമായൊരു പദ്ധതിയാണ് കുടുംബം. ആമേൻ. ആദമിൽ അടങ്ങിയിരുന്ന ഹവ്വയെ വേർപെടുത്തിയിട്ട് ഹവ്വയെ ആദമിനോട് ചേർത്ത് അനുഗ്രഹിച്ച ധാർമ്മികമായ മാർമികമായ അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് കുടുംബം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വാത്സല്യ സ്കറിയയ്ക്ക് പ്രിയ സുമി രണ്ടല്ല, അവർ ദൈവത്താൽ ഇന്ന് ഒന്നായി തീരുകയാണ്. സ്തോത്രം. അത് ഒരു ധാർമ്മികമായ അനുഭവം കൂടിയാണ്. സമൂഹത്തിൽ സദാചാര മര്യാദ അനുസരിച്ച് ധാർമ്മിക മൂല്യം സൂക്ഷിച്ച് സ്തോത്രം കുടുംബം പണിതെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. ദുർനടപ്പ്, അശുദ്ധി, മറ്റൊന്നും മനുഷ്യ ജീവിതത്തിൽ വന്ന് ദൈവത്തിങ്കൽ നിന്നും മനുഷ്യനെ അകറ്റാതിരിപ്പാൻ അവൻ്റെ ശാരീരിക, മാനസിക, ബൗദ്ധിക മണ്ഡലങ്ങളിൽ അവൻ ദൈവകൃപയെ അനുഭവിപ്പാൻ തക്കവണ്ണമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനാണ് ദൈവം വിവാഹം എന്ന വിശുദ്ധ അവസ്ഥയിൽ കുടുംബം എന്ന പരമപ്രധാനമായ ആ സ്ഥാപനം ദൈവം സ്ഥാപിച്ചത്. മക്കളെ ജനിപ്പിക്കുകയും പുത്ര സമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ട് സമൂഹത്തിൽ മാന്യതയുള്ള, ശ്രേഷ്ഠതയുള്ള, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന അനുഗ്രഹീത കുടുംബമായി തീരുവാനും അങ്ങനെ ഒരു വിശുദ്ധ തലമുറയെ സമൂഹത്തിന് പ്രതിനിധാനം നൽകുവാനും ചെയ്ത് അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുക എന്നതുകൂടിയാണ് വിവാഹത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയ സ്കറിയായിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്നതുപോലെ, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി കരുതുന്നത് പോലെ, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നത് പോലെ ആ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വെളിപ്പെടുത്തലായിരിക്കണം പ്രിയ സ്കറിയയിൽ നിന്ന് പ്രിയ അഡ്രിൻ സുമി ജോണിന് ലഭിക്കേണ്ടുന്നത്. വാത്സല്യ സുമി ജോണിൽ നിന്ന് ആമേൻ സ്കറിയയ്ക്ക് ലഭിക്കേണ്ടത് എന്താ? ക്രിസ്തുവിന് സഭ കീഴടങ്ങിയിരിക്കുന്നത് പോലെ, ക്രിസ്തുവിനെ സഭ അനുസരിക്കുന്നത് പോലെ, ക്രിസ്തുവിനെ സഭ ഭയപ്പെടുന്നത് പോലെ, ക്രിസ്തുവിനെ സഭ ആമേൻ സ്തോത്രം സ്നേഹിച്ച്
ഭയത്തോടെ ചേർന്നിരിക്കുന്നത് പോലെ, പ്രത്യാശിക്കുന്നത് പോലെ ആ ഒരു അനുഭവമാണ് വാത്സല്യ അഡ്രിനിൽ നിന്ന്, സുമി ജോണിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇരുവരും തങ്ങളുടെ ദൗത്യം വിജയകരമായി നിർവഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങളും നിങ്ങളുടെ അടുക്കൽ ലേശത്തില്ല. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുക, ദൈവവചനത്തെ പാരായണം ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കുക, പഥ്യോപദേശത്തിൽ നന്നായി ജീവിക്കുക, ദൈവഭക്തിയോടെ കർത്താവിനെ ആരാധിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, സഹോദരവർഗത്തിന് ഇഷ്ടനായിരിക്കുക, സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ശോഭിക്കുക. എല്ലാ നിലകളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അനേക കുടുംബങ്ങൾ തകർന്ന ചരിത്രം നിങ്ങൾ കേട്ട് കാണും. പക്ഷെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന നിങ്ങളുടെ കുടുംബം ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം കർത്താവിൻ്റെ വരവ് വരെ അല്ല, മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ പരാജയപ്പെടുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിവർത്തിച്ചു തരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ദൈവം മതിയായ ദൈവമാണ്. പരാജയപ്പെട്ട കുടുംബങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടുന്നത്, വിജയം പ്രാപിച്ച അനുഗ്രഹീത കുടുംബങ്ങൾ ദൈവവചനത്തിൽ പറയുമ്പോൾ ആ കുടുംബങ്ങളെ സാക്ഷ്യപ്പെടുത്തി കർത്താവിങ്കൽ നിന്ന് നല്ലത് പ്രാപിച്ചു ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. മാർമികമായി ഇതിൻ്റെ കാര്യങ്ങൾ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് കടക്കുന്നില്ല. പ്രീസിച്ചെറിയാൻ പാസ് ഞങ്ങളുടെ കർത്താവായ യേശുവിനെ കുറിച്ച്, നമ്മുടെ വാഴ്ത്തപ്പെട്ട തമ്പുരാനെക്കുറിച്ച് മനോഹരമായൊരു ചിത്രം നമുക്ക് വരച്ചു നൽകുവാനിടയായി. എന്തിനു വേണ്ടി അവൻ അടിയേറ്റു, എന്തിനു വേണ്ടി മുറിവേറ്റു, എന്തിനു വേണ്ടി തകർക്കപ്പെട്ടു? മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. ആ പാപത്തിന് കർമ്മമോ ആചാരമോ അനുഷ്ഠാനങ്ങളോ കൂദാശകളോ ഒന്നും പ്രായശ്ചിത്തമാകാതിരിക്കുമ്പോൾ റോമാലേഖനം 10:9 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിപ്പാൻ വായ് കൊണ്ട് അവനെ യേശു കർത്താവ് നേറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, മർക്കോസ് 16:16 പറയുന്നു, വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് ആമേൻ ഒന്നാമത്തെ അപ്പോസ്തലനായ ആമേൻ പത്രോസ് വിളിച്ചു പറഞ്ഞു, വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിത്യജീവനായി കാത്തിരുന്നു കൊണ്ടിരിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കുവാൻ അരുമ മണവാളൻ മേഘത്തിൽ പ്രത്യക്ഷനാകും. ഇന്ന് അത് സംഭവിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. എത്ര പേർക്ക് സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കാൻ കഴിയും? എല്ലാവരും ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, മാനവജാതിയുടെ പാപത്തിന് വേണ്ടി ഒരുവനെ മരിച്ചുള്ളൂ, ഒരുവനെ ഉയർത്തെഴുന്നേറ്റുള്ളൂ, ഒരുവനെ ഇന്നും ജീവിക്കുന്നുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും മതിയായവൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വാത്സല്യ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ ഭാഗത്തെ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കേരള സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴൂർ വില്ലേജിൽ ദാനാവുങ്കൽ വീട്ടിൽ ശ്രീമാൻ DS വർഗീസിൻ്റെയും ശ്രീമതി ഏലിയാമ്മ വർഗീസിൻ്റെയും മകൻ, ഇന്ത്യ ദൈവസഭ ചെന്നാമറ്റം സഭയുടെ അംഗമായ വാത്സല്യ സ്കറിയ ഡി വർഗീസ് എന്ന ഈ മാന്യ യുവാവ്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ പാൽക്കുളങ്ങര താലൂക്കിൽ പേട്ട വില്ലേജിൽ ഹൗസ് ഓഫ് പ്രയർ വീട്ടിൽ പരേതനായ പാസ്റ്റർ ജോൺ ബ്രിട്ടോയുടെയും ശ്രീമതി മെറ്റിൽഡ ജോണിൻ്റെയും മകൾ ദി ചർച്ച് ഓഫ് ഗോഡ് കല്ലുമല എയർപോർട്ട് സഭാംഗമായിരിക്കുന്ന അഡ്രിൻ സുമി ജോൺ എന്ന ഈ മാന്യ യുവതിയും ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ചില ദിവസങ്ങൾക്ക് മുൻപ് ഇരു ഭവനങ്ങളും ദൈവദാസന്മാരും ദൈവമക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം നടത്തുവാൻ നിശ്ചയിച്ച് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതും ആയതിനായി നാം ഒരുമിച്ച് കൂടി വന്നിട്ടുള്ളതും ആ വിവരം ഇരു സഭകളിലും വേണ്ടപ്പെട്ടവർ ദൈവദാസന്മാർ കമ്മിറ്റിയിലും സഭയിലും ഓർപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ അതിനെ സംബന്ധിച്ചൊരാക്ഷേപവും ഉന്നയിക്കപ്പെടാത്തതുമാകയാൽ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് തടസ്സമില്ല. എങ്കിലും ഈ കൂടി വന്ന സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു, ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് തടസ്സമായ ന്യായമായ ഏതെങ്കിലും കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ അത് ബോധിപ്പിക്കാവുന്നതും, ഇല്ല എങ്കിൽ ഇന്നെന്ന പോലെ നിങ്ങൾ ഈ വിഷയത്തിൽ മൗനമായിരുന്ന് ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കേണ്ടതും ആകുന്നു. നിങ്ങളുടെ മൗനം സമ്മതമെന്ന് കരുതി ഞാൻ വാത്സല്യ സ്കറിയ ഡി വർഗീസിനോട് ചോദിക്കുന്നു, സർവ സൃഷ്ടിക്കും കാരണഭൂതനായ ദൈവത്തെയും മരിച്ചവരെയും ജീവികളെയും
ഒരുപോലെ ന്യായം വിധിക്കുന്ന യേശു ക്രിസ്തുവിനെയും വിശുദ്ധ സഭയെയും ശ്രേഷ്ഠദൂതന്മാരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുന്നു, വിവാഹമെന്ന വിശുദ്ധ അവസ്ഥയിലേക്ക്, ആ വ്യവസ്ഥയിലൂടെ കുടുംബമെന്ന അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലുമുണ്ടോ? ദൈവം പ്രിയ സ്കറിയാഡി ജോസ് വർഗീസിനെ അനുഗ്രഹിക്കട്ടെ. പ്രിയാഡ്രിൻ സുമി ജോണിനോട് ഞാൻ ചോദിക്കുന്നു, സർവസൃഷ്ടിക്കും കാരണഭൂതനായ ദൈവത്തെയും മരിച്ചവരെയും ജീവികളെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന യേശു ക്രിസ്തുവിനെയും വിശുദ്ധ സഭയെയും ശ്രേഷ്ഠദൂതന്മാരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ വിവാഹമെന്ന അവസ്ഥയിൽ കുടുംബമെന്ന അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലുമുണ്ടോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്കറിയ, ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന അഡ്രിൻ സുമി ജോൺ എന്ന ഈ മാന്യ യുവതിക്ക് വലങ്കരം കൊടുത്ത് നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ സമ്മതമോ? ദൈവം നിനക്ക് തരുന്ന എല്ലാ നാളുകളിലും സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും സൗഖ്യത്തിലും മാനത്തിലും അപമാനത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല അനുഭവങ്ങളിലും ഏതവസരങ്ങളിലും ഒരു വിശ്വസ്ത ഭർത്താവിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ച് മാന്യ സുമിയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് പോറ്റിപ്പുലർത്തി ഒരുത്തമ ഭർത്താവിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ച് മരണപര്യന്തം അവളോട് ചേർന്നിരുന്നു കൊള്ളാമെന്ന് ഉഭയസമ്മതം ചെയ്യുവാൻ നിനക്ക് സമ്മതമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വാത്സല്യ സുമി ജോണിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന സ്കറിയാഡി വർഗീസ് എന്ന ഈ മാന്യ യുവാവിന് വലങ്കരം കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമോ? ദൈവം നിങ്ങൾക്ക് തരുന്ന എല്ലാ നാളുകളിലും സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും സൗഖ്യത്തിലും മാനത്തിലും അപമാനത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഇങ്ങനെ എല്ലാ അനുഭവങ്ങളിലും ഒരു വിശ്വസ്ത ഭാര്യയുടെ എല്ലാ കർത്തവ്യങ്ങളും ആമേൻ നിർവഹിച്ച് വാത്സല്യ സ്കറിയാഡി വർഗീസിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഭയപ്പെട്ട് ഒരുത്തമ ഭാര്യയുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് അവനോട് മാത്രം ചേർന്നിരുന്നു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവനോട് ഉടമ്പടി ചെയ്യുവാൻ നിനക്ക് സമ്മതമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവർ ഇരുവരും അവരുടെ സമ്മതം പരസ്യമായി ഓർപ്പിച്ച ഈ സമയം അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തടസ്സമില്ലാകയാൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ എന്ന പാട്ട് കൊയറിപ്പോൾ പാടും. ദൈവത്തിന് സ്തോത്രം. ആദി മുതൽ കൺപൂധരിച്ചോ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ, നീതിവരം നാലും മൂരച്ചാൽ പെറ്റുപേരുകി മന്നിടം വാഴ്കന്നരുൾ ചെയ്ത ആദമാദികൾക്കു മനോവാദമേകിയൊരു ദേവ, ആദമാദികൾക്കു മനോവാദമേകിയൊരു ദേവ, നീതി പരിപാലിച്ചേശു നാഥനെന്നു മാനിച്ചോരു, നീതി പരിപാലിച്ചേശു നാഥനെന്നു മാനിച്ചോരു, ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. പ്രിയ സ്കറിയ വാത്സല്യ സുമി, കഴിഞ്ഞ നിമിഷം വരെ നിങ്ങൾ ഏകരായിട്ട് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചവരാണ്. നിങ്ങൾ ഏകരായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കുടുംബമായിട്ട് നിങ്ങൾ ആയിത്തീരുവാൻ പോകുന്ന ഈ സന്ദർഭം പ്രിയ സ്കറിയ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഒരു ഉത്തമ ഭർത്താവിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിപ്പാൻ ആവശ്യമായ കൃപ എൻ്റെ മേൽ നീ പകരണമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിപ്പാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായിട്ട് പ്രിയ സ്കറിയ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. വാത്സല്യ സുമി, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ചെന്ന് കയറുന്ന ഭവനത്തിൽ ആമേൻ നീ അനുഗ്രഹിക്കപ്പെട്ടവളായി റാഹേലിനെ പോലെ ലേയെ പോലെ
ഇസ്രായേൽ പണിതെടുത്ത ആ അനുഗ്രഹീത വനിതകളെ പോലെ നീ ചെന്ന് കയറുന്ന ഭവനവും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പണിതെടുക്കുവാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായിട്ട് വാത്സല്യ സഹോദരി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ആമേ സ്തോത്രം, ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നും പണിതെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് അരുളി ചെയ്ത അരുമനാഥന്റെ വലിയ കൃപ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ആവശ്യമായ കൃപ ഉയരത്തിലെ ദൈവം നിങ്ങളുടെ മേൽ പകരേണ്ടതിനായിട്ട് സർവശക്തനോടൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ സമയം ഇവർക്കായി പ്രാർത്ഥിപ്പാൻ കടന്നു വന്ന നാം എല്ലാവരും ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈ കുടുംബത്തെ ഓർത്ത് ആമേ സ്തോത്രം ഇവർ എടുക്കുവാൻ പോകുന്ന ഉടമ്പടിയെ ഓർത്ത് ആമേ സ്തോത്രം ഇവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ തടസ്സങ്ങളും പോരുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമെന്നാൽ ഇവരെ തള്ളിക്കളയാതെ ആമേ സ്തോത്രം ഇവരുടെ കരം പിടിച്ച് നടത്തുന്ന അരുമനാഥന്റെ വലിയ സാന്നിധ്യത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്ന് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഇപ്പോൾ ഒരു ആമേൻ ഹല്ലേലൂയ കോറസ് പാടുന്ന സമയം ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി ആദം ഹവ്വ ദമ്പതിമാരെ തമ്മിൽ അനുഗ്രഹിച്ച ദൈവ സാന്നിധ്യം തന്നെ ഇവരെ അനുഗ്രഹിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി ആദം ഹവ്വ ദമ്പതിമാരെ തമ്മിൽ സംയോജിപ്പിച്ച് അനുഗ്രഹിച്ച സർവശക്തനായ ദൈവമേ, മോശയുടെ വലങ്കരത്തിൽ ചെല്ലുമാറാക്കിയ യഹോവയുടെ മഹത്വമുള്ള ഭുജത്താൽ ഈ വലങ്കരങ്ങളെ തമ്മിൽ സംയോജിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ ഈ കരങ്ങളെ തമ്മിൽ അവരെടുക്കുന്ന ഉഭയസമ്മതത്തെയും മുദ്രയിട്ട് അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവർ സംയോജിച്ച് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. സ്കറിയാടി വർഗീസാകുന്ന ഞാൻ അഡിൻ സുമി ജോണാകുന്ന നിന്നെ എൻ്റെ വലങ്കരം തന്ന് ഉഭയസമ്മതം ചെയ്ത് എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കുന്നതുവരെയോ അല്ല, കർത്താവിൻ്റെ വരവ് വരെയോ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും സൗഖ്യത്തിലും മാനത്തിലും അപമാനത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെയെല്ലാ അനുഭവങ്ങളിലും നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ച് നിന്നോട് മാത്രം മരണപര്യന്തം ചേർന്നിരുന്നു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നോട് ഉറപ്പായി ഉഭയസമ്മതം ചെയ്തുകൊള്ളും. ഈ ഉഭയസമ്മതത്തിന് ദൈവവും ദൈവസഭയും സാക്ഷികൾ. കർത്താവ് വാത്സല്യ സ്കറിയെ അനുഗ്രഹിക്കട്ടെ. അഡ്രിൻ സുമി ജോണാകുന്ന ഞാൻ സ്കറിയാടി വർഗീസാകുന്ന അങ്ങേ എൻ്റെ വലങ്കരം തന്ന് ഉഭയസമ്മതം ചെയ്ത് എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെയോ അല്ല,
കർത്താവിൻ്റെ വരവരെയോ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും സൗഖ്യത്തിലും മാനത്തിലും അപമാനത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ അനുഭവത്തിലും അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് ഭയപ്പെട്ട് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിർവഹിച്ചു അങ്ങയോട് മാത്രം ചേർന്നിരുന്നു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ഉറപ്പായി ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ഈ ഉഭയസമ്മതത്തിന് ദൈവവും ദൈവസഭയും സാക്ഷികൾ ദൈവം അനുഗ്രഹിക്കട്ടെ. സുർപുരമേ ഉടമ്പടിക്കു സാക്ഷി നിൽക്കും എൻ മനമേ. സുർപുരമേ ഉടമ്പടിക്കു സാക്ഷി നിൽക്കും എൻ മനമേ. സ്വർഗസ്ഥനീ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാ ദൈവം സംയോജിപ്പിച്ച നല്ല ദൈവം സംയോജിപ്പിച്ച ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിൽ ഈ പകൽ വേളയിൽ നിന്റെ വചനത്താലും നിന്റെ ആത്മാവിനാലും ഒന്നായി ചേർന്ന ഈ വാത്സല്യ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. നിന്റെ സന്നിധിയിൽ അവരെടുത്തതായ ഉടമ്പടി തീരുമാനം സ്വർഗം അംഗീകരിച്ച് നിന്റെ വചനപ്രകാരം ആത്മീയ ശാരീരിക മാനസിക നന്മകളാൽ നിറഞ്ഞ് ദൈവത്തിനും ദൈവസഭയ്ക്കും മാതാപിതാക്കൾക്കും അവർ അഭിമുഖീകരിക്കുന്ന ഏവർക്കും അനുഗ്രഹവും ആശ്ചര്യമായി തീരുവാൻ സകലവിധമായ ആത്മീയ ഭൗമ്യ നന്മകളാൽ നിറയ്ക്കുവാൻ ഞങ്ങൾ ഇവരെ പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കി തീർക്കണം കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവർക്കിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ പരീശന്മാർ അടുത്ത് എന്ന് യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ച് ചോദിച്ച ഒരു ചോദ്യവും അതിന് വാഴ്ത്തപ്പെട്ട തമ്പുരാൻ കൊടുത്ത മറുപടിയും പരസ്യമായി ഓർപ്പിച്ച് ഞാൻ ഈ വിവാഹം ഡിക്ലെയർ ചെയ്തതിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ അതേ സ്തോത്രം വിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരീശന്മാർ അടുത്ത് എന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചത് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് പരീക്ഷിച്ച് ചോദിച്ചതിന് അതിന് യേശു ഉത്തരം പറഞ്ഞത്, സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും